സാറേ, ഞാൻ തോമസ് ആണ്, സൗദി അറേബ്യ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഈ സാറിന്റെ ഈ ഇത് കേൾക്കാറുണ്ട്, ഈ അപ്പോസ്തലന്മാരെ പറ്റി പറയുന്നത്. അപ്പം നമ്മൾ ഈ പലരെ ഈ വിശ്വസിച്ചിരുന്ന പലരുണ്ട്, ഇവർ കുഴപ്പമില്ലാത്തവരായിരിക്കും. ഈ പറഞ്ഞ നമ്മുടെ സമാനം തോമയാണെങ്കിൽ പോലും ഇവരൊക്കെ കുഴപ്പമില്ലല്ലോ എന്നും കണ്ടിട്ട് നമ്മളിങ്ങനെ മനസ്സ് വിചാരിക്കരുത്. ചില പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോഴേ ഇവരൊന്നും കുഴപ്പമില്ലാത്തവരൊന്നും ഒന്നും കണ്ടിരിക്കുമ്പോഴായി ഇങ്ങനെ ഇപ്പം നമുക്ക് ഈ ഇവരെ ആരെയും വിശ്വസിക്കാൻ വയ്യാത്ത ഒരു കാലത്തോട്ട് കാര്യങ്ങൾ പോയേക്കുവാണെങ്കിൽ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളും ചെറുപ്പത്തിലെ ഈ ഇതുപോലെ സുവിശേഷം ഈ പൈസ കൊടുത്തിട്ടുള്ളതല്ല, പണ്ടൊക്കെ നമ്മുടെ വഴി സൈഡുകളിലൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഈ കൺവെൻഷൻ പോലെ, അതായത് ഈ പിരിവ് കൊടുത്തിട്ടുള്ളതല്ല, അല്ലാതെ ഈ പാവപ്പെട്ട പ്രദേശന്മാരൊക്കെ വന്ന് പ്രസംഗിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഈ ചെറിയ കൺവെൻഷൻ പോലുള്ള സംഭവം. അപ്പോൾ അവിടെയൊക്കെ പോയി നമുക്ക് കുറേ വചനങ്ങൾ കേട്ടിട്ടും പഠിച്ചിട്ടും ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയതുമായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു താല്പര്യം കൊണ്ട് ഇവന്മാരുടെ ഈ യൂട്യൂബിൽ നിന്നുള്ള പ്രസംഗങ്ങളും അതും ഇതൊക്കെ കേട്ടോണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഇവരുടെയൊക്കെ ഇവന്റെ തുനുവിന്റെ അങ്ങനെ കേട്ടിട്ടില്ല. മറ്റേ സമാനം തോമ ഇങ്ങനെ നല്ല ഈ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് അതിനകത്ത് ചിരിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അവൻ അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പോഴല്ലേ ഇപ്പൊ പറയുന്നത് അദ്ദേഹത്തിനെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലവായക്കുവാണെന്തോ. അപ്പം അത് കാരണം ഇപ്പം നമുക്ക് ഈ പള്ളിയും പട്ടക്കാരെയൊന്നും ആരെയും വിശ്വസിക്കാൻ വയ്യാത്ത ഒരു കാലത്തോട്ട് പോയേക്കുക. ഈ സാറ് പറയുന്നതാണ് കറക്റ്റ്. നമ്മൾ എനിക്കൊന്ന് പുറകെ നടക്കേണ്ട കാര്യമില്ല. ക്രിസ്തു വഴി കാണിച്ചിട്ടുണ്ട്, അതിൽ അങ്ങ് പോവാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവർക്കൊക്കെ ഈ പേരിട്ടേക്കുന്നത് കാണുമ്പോഴാണ് ചിരി വന്നു പോകുന്നത്. അപ്പോസ്തലന്മാരെ, സമാനം തോമ, ഇങ്ങനെ മൊണ്ണ വിശ്വാസികൾ, ഇതൊക്കെ സാറിന് എവിടെ നിന്ന് കിട്ടുന്നെന്നുള്ളതാണ്. അത് ഇപ്പം ഞാൻ കോട്ടയത്തെ ഇത് കണ്ടുവച്ചിരിക്കുവായിരുന്നു. ആ കോട്ടയത്തെ കള്ളന്മാരെല്ലാം കൂടെ കൂടിക്കണമെന്നും പറഞ്ഞുള്ളത്. ഞാൻ കോട്ടയത്ത് നമുക്ക് സ്വന്തക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കും ഉണ്ട് ഇതുപോലെ കുറേ പാച്ചർമാരുണ്ട്, അവർക്കും ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് അയച്ചു കൊടുക്കാൻ പറയുന്നത് ഇതെല്ലാം പിശാചുക്കൾ ചെയ്യുന്നതാണ് അവരുടെ വർക്കിൽ. അപ്പോൾ എന്തായാലും സാറിനെ അഭിനന്ദിച്ചാലേ പറ്റത്തുള്ളൂ ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ അപ്പോസ്തലന്മാരുടെ പുറകെ നടക്കുന്നതല്ല, അല്ലാതെ സാറിൻ്റെ ആ ഒരു ടൈപ്പ് വിശ്വാസമാണ്. സാറേ, അങ്ങ് ചെയ്യുന്ന ഈ പ്രവർത്തനം വളരെ നന്നായിരിക്കുന്നു. അനേക കപടതകൾ ജനത്തിൻ്റെ മുമ്പിൽ വലിച്ചു കീറി കാണിക്കാൻ അങ്ങയ്ക്ക് തന്ന ധൈര്യത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇതേപോലെ തന്നെ ചില കാര്യങ്ങൾ വിഷമമുണ്ട്. ഇന്നലെ കാനഡയിൽ നിന്നൊരു സഹോദരി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ടു. അതൊക്കെ യാഥാർത്ഥ്യം ഉള്ളതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരാൾ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം. അങ്ങനെയുള്ളവരെ മതി ക്രിസ്തുവിന്. തന്നെത്താൻ ത്യജിക്കണം, എല്ലാം വിട്ടുകളഞ്ഞിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. അങ്ങനെ ഒരാൾ ധൈര്യമില്ലാത്തവർ അതിൽ നിന്ന് മാറുക. അങ്ങനെ മാറിക്കഴിയുന്ന ഒരു വ്യക്തി അടച്ച് ഈ ദൈവവിശ്വാസത്തെ, ക്രിസ്തീയ ജീവിതത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രക്ഷിക്കപ്പെടുക എന്നൊരു പദ്ധതി ക്രിസ്തുവിനോട് ചേരുന്നവനുണ്ട്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പലർക്കും അതെന്താണെന്ന് പോലും അറിയത്തില്ല. ഒരാൾ കടം ആയ ഒരു വ്യക്തിയെ ഒരാൾക്ക് പൈസ കൊടുത്ത് രക്ഷപ്പെടുത്താൻ കഴിയും. ഒരു രോഗിയെ ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ കഴിയും. ഒരാളെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും. പക്ഷേ രക്ഷിക്കപ്പെടുത്തുക ഒരാൾക്ക് ഈ ലോകത്തുള്ള ആർക്കും സാധ്യമല്ല. അത് രക്ഷിക്കപ്പെടാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയൂ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു വ്യക്തി ഇവിടെ മരിച്ചാൽ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി തീരും. അതാണ് ക്രിസ്തുവിൻ്റെ വിശ്വാസം. ഒരു മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ചിന്തകളെല്ലാം ത്യജിച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. പകയോ പിണക്കമോ കോപമോ ക്രോധമോ ദ്വന്ദ്വപക്ഷമോ ഭിന്നതയോ അസൂയയോ മദ്യപാനമോ വ്യഭിചാരമോ ഒന്നുമില്ലാതെ നിഷ്കളങ്കമായ ഒരു ജീവിതം നയിക്കുക. ഇതിനാണ് മാമോദീസ അല്ലെങ്കിൽ സ്നാനമെന്ന് പറയുന്നത്. ഈ വെള്ളത്തിൽ മുങ്ങുന്നത് ഒരു ചടങ്ങല്ല, ക്രിസ്ത്യാനിയായി തീരാനല്ല, ക്രിസ്തുവിനോട് കൂടെ മരിക്കുക. മരിച്ച വ്യക്തി എഴുന്നേറ്റ് കഴിയുമ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയാണ്. അങ്ങനെ ആ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ ആ ദൈവരാജ്യത്തിലേക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാതെ ഈ ലോകത്തിൻ്റെ ഒരു നന്മകളും ഈ പ്രസ്താവിക്കുന്നവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് ജഡമോഹം, ഈ ലോകത്തിൻ്റെ ഇഷ്ടം, ഇതൊന്നും ക്രിസ്തു പഠിപ്പിച്ചതല്ല. പിശാച് യേശുവിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഈ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ച ഇതെല്ലാം നിനക്ക് തന്നേക്കാമെന്ന് പറഞ്ഞതാ. ഒന്നുമില്ലാത്തവനായി രാജാതി രാജാവായ യേശു ക്രിസ്തു വഴിവക്കില പിറന്നത്. അപ്പോൾ പണത്തിൻ്റെ പുറകെ പോകുന്ന ഒരാളല്ല. ഒരു സ്വോത്രകാഴ്ച മേടിച്ചല്ല കരം കൊടുത്തത്. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പം പത്രോസിനും യേശുവിനും വേണ്ടി കരം കൊടുക്കാൻ ഒരു മീനിൻ്റെ വായിലിരുന്ന ചതുർധർമ്മ പണം എടുത്തിട്ടാണ് കരം കൊടുത്തത്. അപ്പോൾ യേശുവിന് വിശന്നു. യേശു ഒരിടത്തു നിന്നും പണം പിരിച്ച് പന്തലിടുകയോ എല്ലാവർക്കും ഇരിക്കാനായിട്ട് സീറ്റുണ്ടാക്കി കൊടുക്കുകയോ പണപ്പിരിവോ നടത്താൻ കൂടിയിട്ടുമില്ല.
അതിനൊട്ട് ആരും ആഹ്വാനം ചെയ്തിട്ടുമില്ല. അപ്പോൾ ഈ അത്ഭുതം കാണാൻ വന്നവരോട് പിറ്റേന്ന് യേശു എന്താ പറഞ്ഞേ? നിങ്ങൾ വരുന്നത് അത്ഭുതം കാണാനും ഈ അപ്പം തിന്നാനുമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പോകാമെന്നാ പറഞ്ഞ്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെടുത്തും പറഞ്ഞ് നിങ്ങൾക്കും പോകാം. ബാക്കിയുള്ളവരെല്ലാവരും പോയി. അപ്പോൾ ഇപ്പോൾ വരുന്നവരെല്ലാവരെയും അങ്ങ് ചേർത്ത് നിർത്തുക. ഇവിടെ വന്നാൽ എന്ത് കാര്യവും നടക്കുമെന്ന്. ഒരു കാര്യവും നടക്കുകയല്ല. ഈ ലോകത്ത് കഷ്ടം സഹിക്കാനായിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്, മരിക്കാൻ തയ്യാറായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതൊന്നും മനസ്സിലാക്കി കൊടുക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മയക്കുന്നവരെ ജനത്തിൻ്റെ മുമ്പിൽ കാണിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ SNDP കാരനാണേ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു 23 വർഷം മുമ്പ് ഞങ്ങൾ SNDP നിൽക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് ഗൾഫിലായിരുന്നു. അപ്പോൾ ഇവിടെ രഹസ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് പോയാൽ ആയിക്കോട്ടെ, നമുക്ക് ആരെയും തടയുന്ന കാര്യം നമുക്കില്ല. അന്ന് ഗൾഫിൽ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു ബന്ധുക്കോസിന്റെ സഭയിൽ ചേർന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഭാര്യ ബന്ധുക്കത്തിൽ പോകുന്നത് ഞാൻ SNDP കാരൻ, എനിക്ക് ഗുരുവായൂർ വന്നിട്ട് ഒരു രണ്ടായിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുമോനെ, ഞാൻ നിർദ്ദേശിച്ചിട്ട് പറഞ്ഞു ഞാൻ പോവാം, ഞാൻ വരാം. പക്ഷെ നമുക്കൊരു സമാധാനം കിട്ടണം, സന്തോഷം കിട്ടണം. എനിക്ക് 2 മക്കളാ. മൂത്ത മോളാണ്, ഇളയ മോനുമാണ്. ഞങ്ങൾക്ക് വീടുമില്ല, കൂടുതൽ ഒന്നുമില്ല. ഞാൻ ഉണ്ടാക്കിയ പൈസ എൻ്റെ പെങ്ങന്മാരെ കെട്ടിവിടെ ഞാൻ ചെറുവള്ളിത്തോട്ടം, നമ്മുടെ ചെറുവള്ളി എസ്റ്റ് എന്ന് പറയാമോ, ശബരിമല എയർപോർട്ട് വരുന്നത് അവിടെ എൻ്റെ അപ്പനും അമ്മയും ഞാനെല്ലാം അവിടെ ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞാൻ ഗൾഫിൽ പോയി. ഇടയ്ക്ക് ഇവിടെ ഈ ബന്ദിക്കോത്തിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ തങ്കുവിൻ്റെ അവിടെ പോയി, തങ്കു ബ്രദറിന്റെ. എൻ്റെ പോലെ സഹോദര ഉണ്ടാക്കിയ പൈസ അവൻ്റെ അമ്മയുടെ നെഞ്ചത്ത് ഇട്ട് കൊടുത്തു. നമുക്ക് ഒരു പൈസ ഇല്ല. എൻ്റെ അവിടെ കെട്ടുതാലി വരെ അവിടെ നമ്മൾ സ്വതന്ത്രകാഴ്ച ഇട്ട് കൊടുത്തു. ഒരു പൈസ പോലും സത്യം പറഞ്ഞാൽ കൊടുത്തതിന് സന്തോഷം. ഞാൻ ഈ ഈ പരിപാടിക്കൊന്നും പോകുന്നില്ല, വർഷമാണ് നിർത്ത്. എന്നാൽ തെരുവീതികൾ ഈ പ്രസംഗിക്കുന്നത്, യേശുവിനെ പ്രസംഗിക്കുന്നത്, ഞാൻ യേശുവിനെ നോക്കിയല്ല ചോദിക്കുന്നത്, അവരുടെ ഉപജീവനമാർഗ്ഗം. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് എൻ്റെ പൈസ ഉണ്ട്, ഞാൻ അവനെ തെരുവീതി പ്രസംഗം ഞാൻ ഇട്ടുകൊടുത്തു. ആ തുക പറയുന്നില്ല, നല്ല തുകയാ. എൻ്റെ വീട്ടിൽ അരാജകമാണ്. ഇന്ന് എൻ്റെ പെണ്ണുമ്പളെ എന്നെ കളഞ്ഞിട്ട് പോയി. പോകട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവള് പോയത് വേറെ ഒരുത്തിൻ്റെ കൊടുത്തതല്ല, എൻ്റെ മോൻ്റെ കൊടുത്ത പോയത്. മോനെന്ന് പറഞ്ഞാൽ ചേച്ചി കിട്ടിയ കോഴിക്കോട്. അവനും അറിയത്തില്ല, അതിൻ്റെ പെണ്ണിൻ്റെ ഫാമിലിയുടെ വിഷയമൊന്നും അറിയത്തില്ലാണ്. കോടീശ്വരൻ്റെ മോളെ കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ മേലെ പോയതുകൊണ്ട് ഞാൻ നല്ലോണം കഷ്ടപ്പെടുന്ന പാട്ട് ടാപ്പിക്ക് എൻ്റെ തൊഴിൽ വന്നു കഴിഞ്ഞ് പുറത്ത് വന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഒരു പൈസ നമുക്ക് മിച്ചൊന്നുമില്ല. അവിടുന്ന് കർണാടകയിൽ പോയി, കർണാടക ടാപ്പിങ്ങാ സാറേ. ദുബൈയിലെവിടെ ടാപ്പിങ്? ദുബൈയിലല്ല, ഞാൻ നാട്ടിൽ. ദുബൈയിൽ എൻ്റെ ഭാര്യ പോയത്. എൻ്റെ ഭാര്യ ദുബൈയിൽ പോയി പണിക്ക് പോയി. ഞാൻ മസ്കറ്റിൽ പോയി. അതുപോലെ സൗദി പോയി. എനിക്ക് ടൈലറിങ് പണി ഉണ്ടായിരുന്നു. അവിടെ ഞാൻ മസ്കറ്റിലും സൗദിയിൽ പോയി. പെണ്ണുമ്പളെ ദുബായി പോയി. ഞാൻ പോയത് പറഞ്ഞ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് ഒരു പൈസ പോലും ഉണ്ടാക്കിയ പൈസ മുഴുവൻ പറഞ്ഞ് എൻ്റെ 2 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കുടുംബമല്ലേ നോക്കാം. അന്ന് ഞാൻ സൗദി നിൽക്കുന്ന സമയത്ത് ചെയ്തു. ഞാൻ സൗദി നിൽക്കുന്ന സമയത്ത് എൻ്റെ പെണ്ണുമ്പളെ ബ്രെയിൻ വാഷ് ചെയ്താ. ഇവിടെ അംഗൻവാടി ടീച്ചറാ. നാട് മുഴുവൻ നിരക്ക് നടക്കുന്ന പാർട്ടികളാണല്ലോ, ആൾക്കാരെ പിടിക്കാൻ പറ്റി. ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞങ്ങൾ ആ പടം തകർന്ന് നിൽക്കുന്ന സമയത്തായിരുന്നു ഇവര് വരുന്നേ. ഇവര് വന്ന് എന്തൊക്കെയോ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവിടെ അങ്ങ് ക്യാൻസർ ഇതിനകത്ത് അങ്ങ് അംഗമാക്കി. അപ്പൊ ഞങ്ങൾ SNDP കാരാണ്. ഞാൻ കുറെ കഴിഞ്ഞപ്പോ എന്നെ വിളിച്ച് പറഞ്ഞ് അണ്ണാ നമുക്കൊരു കുഴപ്പമൊന്നുമില്ല, അണ്ണന് എപ്പോഴാ വരും? ഞാൻ പറഞ്ഞ പരിപാടി ഈ പൈസ ഊറ്റി എടുക്കുന്നതറിയോ, നമ്മുടെ ഇവരെ പിഴിഞ്ഞെടുക്കാന്നേ. നമുക്ക് എന്തെങ്കിലും നന്മ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്ത് അത് ചെയ്തെന്ന് പറയും. എൻ്റെ പെണ്ണുങ്ങളെ കെട്ടുതാലി വരെ ഇവന്റെ ഒക്കെ ഈ സ്വോത്രകാശി ഇട്ട് കൊടുത്തു. ഞാൻ തങ്കുപുരല്ലേ എല്ലാം ഇട്ട് കൊടുത്തു. ഈ പണം ഊറ്റി എടുക്കുന്ന പരി ഇവർക്കുള്ളൂ. പണം എങ്ങനെ ഇന്ന് പറയാം, കോഴി ചേകന്ന് അതിന്റെ ചോട്ടിട്ടാ വരുന്നത് എന്ന് പറഞ്ഞാൽ പണം ഏത് തരത്തിലും അവർ പണം ഉണ്ടാക്കാൻ എന്ത് ചെയ്യും, എന്ത് കള്ളത്തരം തന്തയ്ക്ക് കാണിക്കും. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ വന്നു കേട്ടോ. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല, എൻ്റെ വീട്ടിലെല്ലാം വെറുത്ത് എനിക്കൊന്നും ഒരു സെന്റ് സ്ഥലമില്ല, വീട് കൊടുക്കാനൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഇവര് നമ്മളെ സഹായിക്കുന്ന രീതിയിൽ ഞാൻ എന്തറിയോ, സത്യം പറയാം എനിക്ക് ഇത് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ SNDP കാരല്ലേ, ഇവരെങ്ങനെ സഹായിക്കുന്നത്. അപ്പൊ ഞാൻ വന്നു കഴിയുമ്പോ അടപടലിൽ വന്നിട്ട് അങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കുന്നത് എന്തൊക്കെയാ എനിക്കറിയത്തില്ല. ഞാൻ എന്നെ പൊന്നു സാറേ വിട്ടുപോയി. എന്നെ പൊന്നു സാറേ ഇപ്പൊ സത്യം പറയാം ഒരു 5 ലക്ഷം മേളിൽ ഇവർ കൊടുത്തിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്, ഒന്നിച്ചല്ല പല പ്രാവശ്യമായിട്ട്. ശ്മശാനത്തിന് പൈസ കൊടുത്ത് എൻ്റെ പെണ്ണുവിടെ കെട്ടുതാലി വരെ ഇട്ട് കൊടുത്തു ഞാൻ.
സ്തോത്ര കാഴ്ച. അത് കളഞ്ഞു പോയി, താലി കളഞ്ഞു പോയി. അത് തിരിച്ചു കിട്ടുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവേ അത് കിട്ടുവാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനകത്ത് ഇട്ടാക്കാന്ന് പറഞ്ഞ് അത് കിട്ടി അത് ഇട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അനേകരെ ഞങ്ങൾ സഹായിച്ചു കേട്ടോ, അനേകരെ സഹായിച്ചു. പക്ഷെ എന്നെ സഹായിക്കാൻ ഒരു ദൈവം പോലും ഉണ്ടായിട്ടില്ല, ഈമാരും ഉണ്ടായിട്ടില്ല, ഒരു ദൈവം ഉണ്ടായിട്ടില്ല. സാറേ സത്യം പറയാം, ഞാൻ ഇന്ന് കടക്കാടമില്ലാത്ത ഞാൻ വാടകയ്ക്ക് താമസിച്ചിട്ട് എൻ്റെ ഭാര്യ എന്നെ കളഞ്ഞിട്ട് പോയി. ഇപ്പൊ എൻ്റെ കൂട്ടിൽ തന്നെ മോളും ഉണ്ട്, മോടെ കുഞ്ഞും ഉണ്ട്. ഇപ്പൊ ജിനി ജോർജിനെ പറഞ്ഞല്ലോ, ഇവനെനിക്ക് നന്നായിട്ട് അറിയാം, ഇവനെ അറിയാം, തങ്കുനും അറിയാം, തങ്കുവിന്റെ മറ്റവരുടെ തോമസ് കുട്ടി എന്നെ ഇവന്മാരെ എന്നെ പോയിട്ട് കേട്ടോ, സഭ വലിയ ആളായിട്ട് ഞാൻ വളർത്തി. ഞാൻ വിട്ടുപോയി സാറേ, ഞാൻ ഇവിടെ നിന്ന് വിട്ടുപോയി. ഞാൻ കർത്താവ് യേശു ഞാൻ കുറ്റം പറയുന്നത്. ഞാൻ പറയും ഇവരെ കള്ളന്മാരെ വളർത്താൻ യേശു അല്ല യേശുവിന്റെ അപ്പനായിരിക്കാം. അത് തെറ്റാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരിക്കലും ഒരു തീരത്തിൽ ഒരു തരത്തിൽ നമ്മൾ ദുഃഖിക്കരുത്. ഞാനിപ്പോ ഇന്നലെ കൊട്ടാരക്കരയിലെ ടിനു ജോർജ് ഇല്ലേ, ഞാനൊരു ഇസ്ലാമ വിശ്വാസിയാ, മുസ്ലിമാ. പക്ഷെ നമ്മുടെ മാത്രം ഇതേ ഉള്ളു കേട്ടാ, ചൂഷണം. അനീസ്, ഞാൻ ഉമ്മേനെല്ലൂർ. ഞങ്ങളെ മാത്രം ഇതേ ഉള്ളു, ചൂഷണമാ. മുടിയിട്ട വെള്ളം കൊടുക്കുക, എന്നിട്ട് അതിനകത്ത് രോഗം മാറും, അങ്ങനെ ഒരുപാട് ചൂഷണം. ഖബറിന്റെ പേരിലൊക്കെ ഒരുപാട് ചൂഷണം നടക്കുന്നു. അങ്ങനെ ചൂഷണം കൊണ്ട് പൊറുതിമുട്ടിക്കുക ജനം. ഒരു കാന്തപുരം വേറെടുത്ത് AP അബൂബക്കർ മുസ്ലിം കേട്ടില്ല, അതിന് വെള്ളം മുക്കുക, പിന്നെ ഖബറിനെ തൊട്ട് ആൾക്കാരെ ചെന്ന് പറ്റിച്ച് പൈസ വാങ്ങും, അത്രേ ഉള്ളൂ. ഖബറിന്റെ പേരിൽ അത് നടത്തിത്തരാം, ഇത് നടത്തിത്തരാം. ഒരാൾ വ്യാപ്പള്ളി പോയപ്പോൾ അവിടെ പറഞ്ഞൊരു വിളക്ക് കൊടുക്കുന്ന വലിയ പുണ്യമാണ്. അപ്പം പറഞ്ഞ് ഇത്ര രൂപയാകും, 10,000-4,000 വില ഞങ്ങളൊരു വിളക്കുണ്ട്, അത് തരാം, കൊടുത്താൽ എന്ന് പറഞ്ഞു. 3,000 തന്നാന്ന് പറഞ്ഞു. അതിന് ഈ വിളക്കെന്താ അവിടെ ഇരിക്കുന്ന വിളക്കാ, ആരോ കൊടുത്ത വിളക്ക് അത് ഇനി ബാക്കി കൂടി കൊണ്ടുവന്ന് കൊടുത്തിട്ട് 3,000 രൂപ വാങ്ങിച്ചു. ഇതെല്ലാം തട്ടിപ്പേ ഉള്ളൂ. മതം മൊത്തം ചൂഷണമായി മാറിയിരിക്കുക. മുജാഹിദ് സംഘടന പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ എങ്കിലും ഒന്നും എത്തുന്നില്ല. ഒന്നും എത്താത്ത അവസരം ഇങ്ങനെ പലതും പറഞ്ഞ ചൂഷണം. മുടിയിട്ട് വെള്ളം കൊടുത്താൽ അസുഖം മാറും, പിന്നെ ഈ നേർച്ച ടൂറുകൾ എല്ലാം ചൂഷണം തന്നെ. കൊള്ളകൾ മൊത്തം ഈ ഖബർ കാലം മൊത്തം പറ്റിപ്പ. മദ്രസയിലെ പിള്ളേരെ പഠിക്കാൻ വന്നാൽ വിടത്തില്ല. മദ്രസ കൊച്ചു പിള്ളേരെ അയക്കാനേ ഒക്കത്തില്ല. മദ്രസയിൽ ഇസ്ലാം മതം പഠിക്കുന്നേ, ഖുർആൻ പഠിക്കുന്ന മദ്രസയിൽ വിടാനൊക്കത്തില്ല. ഇമാരെ പെൺപിള്ളേരെ എവിടെ കിട്ടിയാലും അവന്മാർക്ക് വലിയ കഴിപ്പ. എന്നിട്ട് പറഞ്ഞ അന്യ സ്ത്രീകളെ മുഖം നോക്കരുത്, മറുത ഇട്ട് പോകണം എന്നൊക്കെ പറയും. എന്നിട്ട് ഇവമാര് കാണിക്കുന്ന പള്ളിക്കകത്ത് ഇതൊക്കെ ഉള്ളു. ഒരു മദ്രസ അധ്യാപനം ഇപ്പൊ 44 കൊല്ലം ശിക്ഷിച്ചു. 1-2 കൊല്ലമായിട്ട് അവൻ പീഡിപ്പിച്ചോണ്ടിരിക്കുക പെൺകുച്ചിനെ. പിന്നെ അങ്ങനെ അവസ്ഥയാണ്. നിങ്ങളെ ഇപ്പൊ ചൂഷണം ഉണ്ടെന്നൊക്കെ പണ്ട് കേട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും കുറച്ചും കൂടി ഇതായിട്ട്. പക്ഷെ ഈസാ നബി വന്നെന്ന് അയാൾ ഒരിക്കലും പറയാതായിരുന്നു കേട്ടോ. ഈസാ നബി ഒരു പ്രവാചകൻ, യേശു വന്നെന്ന് അയാൾ ഒരിക്കലും പറയാതായിരുന്നു. തെറ്റാ. യേശു വരും, ഈസാ നബി വരുമോ? ഈസാ നബി വരും, ഇനി ഈസാ നബി ഇറങ്ങും, അത് കറക്റ്റാ. പക്ഷെ ഇയാൾക്ക് വന്ന് പറഞ്ഞെന്ന് പറയുന്നത് പ്രവാചകനെ ആക്ഷേപിച്ചതിന് തുല്യ. ഇതെന്ന് പൈസ പിടിക്കാൻ വേണ്ടിയുള്ള ഓരോ അടവുകൾ. ഇനി ഇതല്ലെങ്കിൽ വേറൊന്ന് പറഞ്ഞ് ചൂഷണം ചെയ്യുക. അതാ ഇവരൊക്കെ ആവശ്യം പണം മാത്രമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.